ഹായ് ഫ്രണ്ട്സ്, അബീസ് വീക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മൊത്തമായിട്ട് കാണണം കേട്ടോ. കാര്യം ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പും നമ്മളിങ്ങനെ പറയാറില്ല. കാര്യം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഇന്നലെ ഒരു ഫുഡ് വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഫുഡ് വ്ളോഗെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്ന് അവിടുത്തെ ഷെഫായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി യു കെയിലെത്തിയിട്ട് 3 മാസമായുള്ളൂ. അപ്പോൾ പുള്ളി നാട്ടിലോട്ട് ഇങ്ങനെ കാശ് അയക്കുകയാണ്. അപ്പോൾ പുള്ളി ഫസ്റ്റ് ടൈമാണ് നാട്ടിലോട്ട് കാശ് അയക്കണം വന്നിട്ട്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഉമ്മ പ്രായമായതാണ്, അപ്പോൾ ഉമ്മാക്കൊരു കാശ് അയച്ചു, പിന്നെ പുള്ളിയുടെ വൈഫിനും കാശ് അയച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇത് ഇനി എനിക്കുള്ളൊരു കാശാന്ന് പറഞ്ഞ് പുള്ളി മാറ്റി വെച്ചു. എന്നിട്ട് പുള്ളി എനിക്ക് കുറച്ചൊരു കാര്യം പറഞ്ഞു തന്നു. കാര്യം പുള്ളി എന്നെക്കാളും പ്രായത്തിൽ മൂത്ത ആളാണ്. പിന്നെ പുള്ളി ജീവിതാനുഭവങ്ങൾ ഒത്തിരി. പുള്ളി 14 വർഷം ഗൾഫിൽ നിന്നിട്ടാണ് പുള്ളി യു കെയിലോട്ട് വന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും നമുക്ക് കിട്ടുന്ന കാശ് നമ്മളിപ്പോൾ നാട്ടിലോട്ടേക്ക് അയക്കണം. അപ്പം ഞാനാണെങ്കിലും എനിക്ക് ആ ഒരു ഫുഡ് വ്ളോഗ് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലോട്ട് ഇങ്ങോട്ട് 1 അവർ ഉള്ളപ്പം ഞാൻ ചിന്തിച്ചു പുള്ളി പറഞ്ഞതെല്ലാം കറക്റ്റല്ലേ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അഭിഷേക് പണ്ടത്തെ പോലത്തെ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വില ഉണ്ടാവില്ല. പുള്ളി പറയണ്ട എൻ്റെ 14 വർഷത്തെ ഗൾഫ് ജീവിതം കഴിഞ്ഞ് ഞാൻ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ പോയ ഒരാളാണ്. എൻ്റെ കയ്യിൽ കാശില്ല, അതുപോലെ തന്നെ കയ്യിൽ കാശില്ലാത്ത ഒരാളുടെ അവസ്ഥ അറിയാമല്ലോ. എന്നിട്ട് പിന്നെ പുള്ളി കുറച്ച് കാശിക്ക് മുടക്കിയാണ് ഇപ്പോൾ യു കെയിലോട്ട് കയറി വന്നേക്കണം. അപ്പോൾ യു കെയിലോട്ട് കയറുക. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ അഡ്വൈസ് ഉള്ളൂ. കാര്യം നമുക്ക് എത്രയൊക്കെ നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് കിട്ടുന്ന കാശ് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കെന്ന് പറഞ്ഞൊരു സേവിങ്സ് വേണം കേട്ടോ. അത് കണ്ടമാനം വേണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇന്ന് എടുക്കുമ്പോൾ പോലും എനിക്ക് അങ്ങനെ ഒരു സേവിങ്സ് ഇല്ല. പക്ഷേ ഞാനും ഇപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ വൈഫ് എന്നെ നോക്കൂല, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ നോക്കൂല, അതുകൊണ്ടല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടേതായിട്ടുള്ളൊരു കുറച്ച് കാശുണ്ട്, അതെന്നൊരു ബലം തന്നെയാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇനി നിങ്ങൾക്കായിട്ട് അത് വലിയ എമൗണ്ട് ഒന്നും ആവണമെന്നില്ല. ഒരു മാസം നിങ്ങൾ നാട്ടിലോട്ട് അയക്കുമ്പോൾ ജസ്റ്റ് ഒരു 100 പൗണ്ട് ഒരു ദിവസത്തെ ശമ്പളമെങ്കിലും നിങ്ങൾ മാറ്റി നിങ്ങൾക്കായിട്ടെന്ന് പറഞ്ഞൊന്ന് അയക്കുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു വയ്ക്കുക. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചുമ്മാ നോക്കിയാൽ മതി. കഴിഞ്ഞൊരു 3 വർഷം ഞാൻ ഒരേ മാസം 100 പൗണ്ട് വെച്ച് മാറ്റുവാണെങ്കിൽ ഇന്ന് എനിക്ക് എത്ര ഉണ്ടാവും. ഇപ്പം ഈ യു കെയിൽ വരുമ്പോൾ തന്നെ ഇപ്പം എനിക്കാണെങ്കിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു കെയിലാണെങ്കിലും നമുക്കറിയാം യു കെനെ നമ്മൾ താത്തി പറയണല്ല കേട്ടോ. ഇപ്പോൾ പല യു കെയിൽ അവിഹിതങ്ങൾ പല ആളുകളും യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ജസ്റ്റ് യു കെ അവിഹിതം എന്ന് പറഞ്ഞ് അടിച്ചാൽ തന്നെ ഒരു 4-5 യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈഫിനെ ഇട്ടിട്ട് പോകണു, പിന്നെ ഹസ്ബൻഡിനെ ഇട്ടിട്ട്. ഇത് ആൺ പെണ്ണ് തിരിവൊന്നുമില്ല കേട്ടോ, 2 പേരും തെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾ പോയി കഴിഞ്ഞാൽ ഇപ്പം ചിലവരുടെ കേസിലേക്ക് ചിലവർ പറയുമ്പം എടാ ഞാൻ എൻ്റെ വൈഫിനെ പഠിക്കാനായിട്ട് എൻ്റെ എല്ലാം ഞാൻ നശിപ്പിച്ചു. അതുപോലെ തന്നെ ചില പെണ്ണുങ്ങളാണെങ്കിലും പറയാറുണ്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഹസ്ബൻഡ് പറയണ കേട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഇപ്പോൾ പുള്ളി വേറെ പോയി. അങ്ങനെ പല കഥകളും ഒത്തിരി നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ ഇപ്പം ഒത്തിരി പേര് ഇപ്പോൾ ചില വീഡിയോസിലാണെങ്കിൽ നിങ്ങൾ കാണാറുണ്ട് മലയാളികളെ പറ്റിച്ചു, മലയാളികൾ അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു സേവിങ്സ് നിങ്ങൾ എപ്പോഴും സേഫായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല, പക്ഷെ പുള്ളി എനിക്കിത് പറഞ്ഞു തന്നപ്പം എനിക്കിത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കൊണ്ടു. ഇന്നത്തെ കാലത്ത് നമ്മൾ നാട്ടിലേക്ക് ഗൾഫ് നിർത്തി പോകുമ്പോൾ അല്ലെങ്കിൽ യു കെ ജീവിതം നിർത്തി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കെന്നും പറഞ്ഞൊരു എമൗണ്ട് ഇല്ലെങ്കിൽ നാട്ടിലും വില ഉണ്ടാവില്ല, വീട്ടിലും വില ഉണ്ടാവില്ല. ഇത് ഉള്ള കാര്യം കേട്ടോ. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. പക്ഷേ എൻ്റെ വൈഫിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ വൈഫിനും ഇങ്ങനെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് അവൾക്കുടെ ഫ്യൂച്ചർ നാളെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോണതെന്ന് എനിക്കോ നിങ്ങൾക്കോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊരു യു കെ റിലേറ്റഡ് കണ്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാര്യം എനിക്കത് അത്രയായിട്ട് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും യു കെയിൽ ഇപ്പോൾ നമുക്കറിയാം യു കെയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാശ് വന്നു പോകണ്ടല്ല. മിനിമം ഒരു 100 പൗണ്ട് വെച്ചെങ്കിലും നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട്, ഞാനിത് സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രൊമോഷനായിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. പക്ഷേ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1-2 വർഷം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് സ്മരിക്കും. കാര്യം പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു ഗൈസ്. അത് ഒരു നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോകണം. ഇപ്പോൾ നമുക്ക് ഒരു 2 മാസത്തേക്കും ഒരാൾ ജോലിയില്ലാതെ ഇരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും അയാൾ എന്തോത്തോളം ബുദ്ധിമുട്ട്. അപ്പോൾ അയാൾ മനസ്സിലാവും അപ്പോൾ എന്തെങ്കിലും കാശ് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുമായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകും. പണ്ടേക്ക് ഞാൻ ചെയ്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടുന്ന് പോണതിന് മുമ്പ് തന്നെ നാട്ടിലെ കൂട്ടുകാരനൊരു 10,000-40,000 അയച്ചു കൊടുക്കും. അതായത് നീ വെച്ചോളാൻ പറഞ്ഞ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് കാശായിട്ട് മേടിച്ച് ചിലവാകും. അപ്പോൾ പിന്നെ ഈ ട്രാൻസാക്ഷനൊന്നും കാണില്ല. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെരി ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഇതുപോലൊരു അക്കൗണ്ട് നിങ്ങളും തുടങ്ങണം, ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കണം കേട്ടോ. ഓക്കെ, ഇറ്റ്സ് മീ അബി സൈനിങ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.